നമസ്കാരം. വടക്കൻ രാജസൂയം എന്ന പേരിൽ പൊതുവായി അറിയപ്പെടുന്ന രാജസൂയം കഥകളിയെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ നാട്ടക്കഥകളുടെ പേരുകളോട് ചേർത്ത് വടക്കൻ, തെക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ എന്നങ്ങനെയുള്ള വിശദീകരണങ്ങളും വിശേഷണങ്ങളുമൊന്നും ഉണ്ടാകാറില്ല. നളയരിതം, ദുര്യോധനവധം, നരകാസുരവധം ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ കേൾക്കാറ്. എന്നാൽ രാജസൂയത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം വടക്കൻ രാജസൂയം എന്നും തെക്കൻ രാജസൂയം എന്നും വിശേഷണത്തോടു കൂടിയാണ് നമ്മൾ പൊതുവെ പരാമർശിക്കാറുള്ളത്. അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സാമാന്യമായ സംശയം ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും. അതിനൊരു കാരണമുണ്ട്. രാജസൂയം എന്ന പേരിൽ ഒരേ വിഷയം പ്രതിപാദിക്കുന്ന രണ്ട് ആട്ടക്കഥകൾ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തമായ ആട്ടക്കഥാ സാഹിത്യങ്ങൾ നിലവിലുണ്ട്. ഒന്ന് ഇളയടത്ത് നമ്പൂതിരി രചിച്ച രാജസൂയം, അതിനെ നമ്മൾ വടക്കൻ രാജസൂയം എന്ന് വിശേഷിപ്പിക്കുന്നു. രണ്ടാമത് തെക്കൻ രാജസൂയം, തിരുവിതാംകൂറിൻ്റെ മഹാരാജാവായിരുന്ന ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കാർത്തിക തിരുനാൾ മഹാരാജാവ് രചിച്ച രാജസൂയമാണ് തെക്കൻ രാജസൂയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ട് രാജസൂയം ആട്ടക്കഥകളും സാഹിത്യപരമായി വ്യത്യസ്തങ്ങളാണ്. അവതരണത്തിലും ആ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഈ രണ്ട് ആട്ടക്കഥകളും തമ്മിൽ അവതരണത്തിൽ ഉള്ളത്. രണ്ടിലും ജരാസന്ധനും ശിശുപാലനും ഉണ്ട് എങ്കിലും തെക്കൻ രാജസൂയത്തിൽ ജരാസന്ധൻ കത്തിവേഷവും ശിശുപാലൻ താടിവേഷവുമാണ്. എന്നാൽ വടക്കൻ രാജസൂയത്തിലെത്തുമ്പോൾ ജരാസന്ധൻ താടിവേഷവും ശിശുപാലൻ കത്തിവേഷവുമാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്നൊക്കെ ഉള്ളത് ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് അതിൽ വലിയ പ്രസക്തിയില്ല, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ വടക്കൻ രാജസൂയമെന്നും തെക്കൻ രാജസൂയമെന്നും രണ്ട് വ്യത്യസ്തമായ ആട്ടക്കഥാ സാഹിത്യങ്ങൾ നിലവിലുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും അവതരണത്തിലും പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. നേരത്തെ പറഞ്ഞ ആഹാര്യത്തിൻ്റെ കാര്യത്തിലടക്കമുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഒരേ പേരിൽ ഒന്നിലധികം ആട്ടക്കഥകളുള്ള മറ്റ് അത്ര കോമൺ അല്ലെങ്കിലും അപൂർവമായി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഭഗവതം, സുഭദ്രാഹരണം, കല്യാണസൗഗന്ധികം ഇവയൊക്കെ ഒന്നിലധികം ആട്ടക്കഥാ സാഹിത്യങ്ങൾ ഒരേ പേരിലുള്ളവയാണ്. പക്ഷെ അവയ്ക്കൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വടക്കൻ തെക്കൻ എന്നുള്ള വിശേഷണം പൊതുവെ നമ്മൾ ഉപയോഗിക്കാറില്ല. അതിന് കാരണം ആട്ടക്കഥാ സാഹിത്യം ഒന്നിലധികം ഉണ്ടെങ്കിലും പൊതുവെ അരങ്ങിൽ അതിലൊന്ന് മാത്രമേ അവതരിപ്പിച്ച് കാണാറുള്ളൂ. ഉദാഹരണത്തിന് കല്യാണസൗഗന്ധികം എന്ന് പറയുമ്പോൾ കോട്ടയത്ത് തമ്പുരാൻ രചിച്ച കല്യാണസൗഗന്ധികം മാത്രമാണ് ഇന്ന് അരങ്ങിൽ പ്രചാരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വടക്കനെന്നോ തെക്കനെന്നോ ഒരു വിശേഷണത്തിൻ്റെ ആവശ്യമില്ല. അതുതന്നെയാണ് സുഭദ്രാഹരണത്തിൻ്റെ കാര്യത്തിലും ഭഗവതത്തിൻ്റെ കാര്യത്തിലും ഉള്ളത്. എന്നാൽ രാജസൂയം എത്തുമ്പോൾ ഈ രണ്ട് ആട്ടക്കഥകളും ഇന്നും അരങ്ങിൽ സജീവമായതുകൊണ്ട് തന്നെ ആസ്വാദകർക്ക് ഇതിലേതാണ് ഒരു പ്രത്യേക ദിവസം അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി രാജസൂയം വടക്കൻ, രാജസൂയം തെക്കൻ എന്ന് വിശേഷണത്തോടു കൂടി തന്നെയാണ് നോട്ടീസിൽ പ്രിൻ്റ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്.
ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്ന വിഷയം ഒന്ന് തന്നെയാണ്. പ്രധാനമായും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് പാണ്ഡവരുടെ രാജസൂയ യജ്ഞവും അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന ജരാസന്ധ വധവും ശിശുപാല വധവുമാണ്. രണ്ടിലും അതുതന്നെയാണ് പ്രതിപാദ്യ വിഷയം. ഈ കഥ അല്ലെങ്കിൽ ഈ ജരാസന്ധവധം, ശിശുപാലവധം, രാജസൂയം, ഈ കഥ ഭാരതത്തിലും ഭാഗവതത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടിലും വലിയ വ്യത്യാസങ്ങൾ കഥയ്ക്കില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് കഥയ്ക്കുള്ളത്. എന്നാൽ ഈ വടക്കൻ രാജസൂയത്തിൽ ഭാരതത്തിലില്ലാത്ത വിവിധൻ എന്ന ഒരു വാനരൻ്റെ ഒരു ഭാഗം കൂടി ചേർത്തിട്ടുണ്ട്. നരകാസുരൻ്റെ സുഹൃത്തായിരുന്ന വിവിധൻ തൻ്റെ സഖാവായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചതറിഞ്ഞ് ദ്വാരക ആക്രമിക്കുവാൻ വേണ്ടി വരികയും ദൈവതപർവ്വതത്തിൽ ഉല്ലാസപൂർവം കഴിഞ്ഞിരുന്ന ബലരാമൻ്റെ ഭാര്യമാരെ അദ്ദേഹം മദ്യപിച്ച് ഉന്മത്തനായി ഉറങ്ങുന്ന സമയത്ത് വിവിധൻ തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയും ആ സമയത്ത് ഉണർന്നെഴുന്നേറ്റ ബലരാമൻ വിവിധനെ കീഴ്പ്പെടുത്തി ഭാര്യമാരെ മോചിപ്പിക്കുകയും ചെയ്യുന്നൊരു ഭാഗം. അങ്ങനെയൊരു കഥ ഭാഗവതത്തിലുണ്ട്. അത് വടക്കൻ രാജസൂയത്തിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭാരതവും ഭാഗവതവും ഏതാണ്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുതന്നെയാണ് ആട്ടക്കഥാകൃത്ത് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ കുറച്ച് സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മഹാഭാരതത്തിൻ്റെ അല്ലെങ്കിൽ വ്യാസഭാരതത്തേക്കാൾ എഴുത്തച്ഛൻ്റെ ഭാരതം കിളിപ്പാട്ടാണ് ഇളയടത്ത് നമ്പൂതിരി കൂടുതൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ കഥയുടെ ഗതിയും അതെല്ലാം തന്നെ ഭാരതം കിളിപ്പാട്ടുമായിട്ടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, എങ്കിലും അതാണ് കൂടുതൽ ഒരു ആട്ടക്കഥാകൃത്ത് ഫോളോ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും അതവിടെ നിൽക്കട്ടെ, നമുക്ക് കഥയിലേക്ക് വരാം. മഹാഭാരതത്തിലെ സഭാപർവത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് രാജസൂയം ആട്ടക്കഥയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സഭാപർവത്തിൽ പാണ്ഡു സന്ദേശകഥനം, അത് ലോകപാല സഭാഖ്യാന പർവം, ലോകപാല സഭാഖ്യാന പർവം എന്ന ഉപപർവത്തിൽ, സഭാപർവത്തിലെ ലോകപാല സഭാഖ്യാന പർവം എന്ന ഉപപർവത്തിൽ വരുന്ന പാണ്ഡു സന്ദേശ കഥനം എന്ന അധ്യായവും അതിനുശേഷം വരുന്ന രാജസൂയാരംഭപർവം എന്ന ഉപപർവം, ജരാസന്ധവധപർവം എന്ന ഉപപർവം, രാജസൂയപർവം എന്ന ഉപപർവം, അതിനുശേഷം വരുന്ന അർഘ്യാദി ഹരണപർവം എന്ന ഉപപർവം, അതിനുശേഷം വരുന്ന ശിശുപാലവധപർവം എന്ന ഉപപർവം. ഇങ്ങനെയുള്ള സഭാപർവത്തിനകത്ത് വരുന്ന ഉപപർവങ്ങളിലാണ് നമ്മളിന്ന് രാജസൂയമാട്ടക്കഥയിൽ കാണുന്ന ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഭാഗവതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാഗവതം ദശമസ്കന്ധത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ 67-ാമത്തെ അധ്യായം, അതാണ് വിവിധൻ്റെ കഥ വരുന്ന ഭാഗം. പിന്നീട് 70 മുതൽ 74 വരെ വരുന്ന അധ്യായങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ജരാസന്ധൻ്റെ വധവും ശിശുപാലൻ്റെ വധവും രാജസൂയവുമെല്ലാം. അപ്പോൾ സഭാപർവത്തിൽ നിന്ന്, മഹാഭാരതത്തിലെ സഭാപർവത്തിൽ നിന്നും കുറച്ച് ഉപപർവങ്ങളും ഭാഗവതത്തിലെ ദശമസ്കന്ധം, മഹാഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിലെ 67, 70 മുതൽ 74 വരെയുള്ള അധ്യായങ്ങളിലാണ്
ഈ കഥ വിവരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഭാരതം കിളിപ്പാട്ടിനെ ഒരുപാട് ആട്ടക്കഥാകൃത്ത് അവലംബിച്ചിട്ടുണ്ട്. പ്രധാന കഥാഗതിയിലൊന്നും ഈ മൂലകഥകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ മൂലകഥ. ഇപ്പോൾ വടക്കൻ രാജസൂയൻ രചിച്ചിരിക്കുന്നത് ഇളയടത്ത് നമ്പൂതിരിയാണെന്നാണ് വിശ്വാസം. ഒരു സ്ഥലത്ത് എവിടെയോ ആ റെഫറൻസ് ഉള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കുറിച്ചിട്ടുള്ള റെഫറൻസ് അദ്ദേഹം ഈ ആട്ടക്കഥയുടെ വന്ദന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പൂന്തോട്ടത്ത് ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരി എന്ന് അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരുടെ പോലും ഗുരുസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മണിപ്രവാള പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ സാരഥിയായിരുന്ന പൂന്തോട്ടത്തിലത്തെ ദാമോദരൻ നമ്പൂതിരി എന്ന ഗുരുവിനെ സ്മരിച്ചുകൊണ്ടാണ് ആട്ടക്കഥ തുടങ്ങുന്നത്. അതിൽ ആട്ടകഥാകൃത്ത് പഴയൊരു രീതിയാണ് ആട്ടകഥാകൃത്ത് സ്വയം പരാമർശിക്കാതെ ഗുരുവിനെയും മറ്റും പരാമർശിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂലകഥ. ഇനി ആട്ടക്കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ 14-15 ഒക്കെ രംഗങ്ങളായിട്ടാണ് വടക്കൻ രാജസൂയം വിഭജിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും അതിൽ 2 രംഗങ്ങൾ മാത്രമാണ് ഇന്ന് അരങ്ങത്ത് പതിവുള്ളത്. 10-ാമത്തെയും 14-ാമത്തെയും എന്ന് നമുക്ക് പറയാം. ഈ രംഗങ്ങൾ വിഭജിച്ചിരിക്കുന്നതിലൊക്കെ നടപ്പില്ലാത്ത ഭാഗങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അതുകൊണ്ട് തന്നെ 10-ഉം 14 എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് 10ആണോ 14ആണോ എന്നുള്ളത് സംശയം വരും. എങ്കിലും 2 രംഗങ്ങൾ മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പോൾ സാമാന്യമായിട്ട് ആട്ടക്കഥയിൽ എന്തൊക്കെയാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഈ 2 രംഗങ്ങളെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരണങ്ങൾ പറയാം. വടക്കൻ രാജസൂയം തുടങ്ങുന്നത് ധർമ്മപുത്രരുടെ പദത്തോടു കൂടിയാണ്. ധർമ്മപുത്രരും പാഞ്ചാലിയുമായിട്ടുള്ള പദം. അതിനുശേഷം നാരദൻ ധർമ്മപുത്രരെ സന്ദർശിക്കുന്നു. അങ്ങനെ സന്ദർശിക്കുന്ന നാരദൻ സ്വർഗലോകത്ത് വെച്ച് താൻ പാണ്ഡുവിനെ കണ്ടുവെന്നും അപ്പോൾ പാണ്ഡു രാജസൂയ യജ്ഞം നടത്തുവാൻ ധർമ്മപുത്രരെ ഉപദേശിക്കണം എന്ന് തന്നോട് പറഞ്ഞുവെന്നും അതിൻ പ്രകാരമാണ് താൻ ഇപ്പോൾ അങ്ങയെ സന്ദർശിക്കുന്നത് എന്നും ധർമ്മപുത്രരോട് പറയുന്നു. ഇതാണ് പാണ്ഡു സന്ദേശകഥന എന്ന അധ്യായം ഭാരതത്തിലെ. ഇത് കേട്ടിട്ട് ധർമ്മപുത്രർ അച്ഛൻ്റെ സന്ദേശം അത് ചെയ്യേണ്ടതാണ് എന്ന് തീരുമാനിച്ച് തൻ്റെ ഉപദേഷ്ടാവും എക്കാലത്തെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയും സർവോപരി ബന്ധുവുമൊക്കെയായ ശ്രീകൃഷ്ണനോട് അഭിപ്രായം ചോദിക്കാം എന്ന് പറയുകയും ശ്രീകൃഷ്ണനോട് താൻ അഭിപ്രായം ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നാരദർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ശ്രീകൃഷ്ണ സന്നിധിയിലെത്തിയ നാരദ മഹർഷി ഇങ്ങനെ ധർമ്മപുത്രർക്ക് രാജസൂയ യജ്ഞം നടത്താൻ താല്പര്യമുണ്ട് എന്നും അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്നും ശ്രീകൃഷ്ണനോട് ചോദിക്കുകയും അത് നല്ലത് തന്നെയെന്ന് ശ്രീകൃഷ്ണൻ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് ഒരു ബ്രാഹ്മണൻ ആ സഭയിലെത്തി ജരാസന്ധൻ എന്ന മഗധ രാജാവിൻ്റെ ക്രൂരതകളെക്കുറിച്ച് ശ്രീകൃഷ്ണനോട് വിവരിക്കും. 20,800 രാജാക്കന്മാരെ ജരാസന്ധൻ ബന്ധിച്ച് കാരാഗ്രഹത്തിലടച്ചിരിക്കുകയാണ് എന്നും അവരെ മോചിപ്പിക്കണം എന്നും ഈ ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ശ്രീകൃഷ്ണൻ അതും സാധിച്ചു കൊടുക്കാം എന്ന് ബ്രാഹ്മണനോട് ഉറപ്പ് നൽകും. ഇതിനുശേഷം ജരാസന്ധ വധമാണോ രാജസൂയമാണോ ആദ്യം
ചെയ്യേണ്ടത് എന്ന് കാര്യം തീരുമാനിക്കുവാൻ വേണ്ടി അദ്ദേഹം തൻ്റെ വിശ്വസ്തനും മന്ത്രിയുമൊക്കെയായ ഉദ്ധവരോട് ഈ കാര്യം ആലോചിക്കും. അപ്പോൾ ഉദ്ധവർ ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് ചെയ്യാം, രാജസൂയം നടത്തണമെങ്കിൽ രാജാക്കന്മാരുടെ എല്ലാവരുടെയും അംഗീകാരം വേണം. ആരാണോ രാജസൂയം നടത്തുന്നത് അവരുടെ മേൽക്കോയ്മയെ മറ്റുള്ളവരെല്ലാവരും അംഗീകരിക്കണമെങ്കിൽ മാത്രമേ രാജസൂയം നടത്താൻ കഴിയൂ. അതിൻ്റെ ഭാഗമായി ജരാസന്ധനെയും തോൽപ്പിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാം എന്ന് ഉദ്ധവരുടെ അഭിപ്രായം സ്വീകരിച്ച് ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം ഭീമനെയും അർജുനനെയും കൂടെ കൂട്ടി മഗധ രാജാവായ ജരാസന്ധനെ വധിക്കുവാൻ വേണ്ടി, വെല്ലുവിളിക്കുവാൻ വേണ്ടി മഗധയിലേക്ക് പോകുന്നു. ഇതിന് ശേഷം വരുന്ന ജരാസന്ധനുമായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെയും അർജുനൻ്റെയും ഭീമൻ്റെയും രംഗമാണ് ഇന്ന് നിലവിൽ അരങ്ങിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ രംഗം. അവിടെ എത്തി ജരാസന്ധൻ്റെ കൊട്ടാരവാതിൽക്കലിൽ സ്ഥാപിച്ചിരിക്കുന്ന 3 പെരുമ്പറകൾ, ആ പെരുമ്പറയുടെ കഥ നമുക്ക് ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ പറയാം. 3 പെരുമ്പറകളും തകർത്ത് മഗധരാജാവായ ജരാസന്ധൻ്റെ അടുത്തെത്തി. ബ്രാഹ്മണ വേഷത്തിലാണ് ജരാസന്ധൻ്റെ അടുത്തെത്തുന്നത്. അവിടെ എത്തി തങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണം എന്ന് രാജാവിനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ട്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് ദ്വന്ദ്വയുദ്ധമാണ് വേണ്ടത്, അങ്ങയുമായി ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടണം എന്ന് പറയുകയും സത്യം ചെയ്തത് പാലിക്കുക എന്നുള്ളത് രാജധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്ന ജരാസന്ധൻ ദ്വന്ദ്വയുദ്ധം നൽകാം എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ശരിക്കും ആരാണ് എന്ന് ചോദിക്കുന്നു. ഞാൻ ശ്രീകൃഷ്ണനാണ്, എന്നോടൊപ്പം വന്നിരിക്കുന്നത് പാണ്ഡവരായ ഭീമനും അർജുനനുമാണ് എന്ന് പറയുമ്പോൾ ജരാസന്ധൻ അതിലൊരാളെ ദ്വന്ദ്വയുദ്ധത്തിന് തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ ജരാസന്ധൻ തനിക്ക് സമമായി നിൽക്കുന്നത് ഭീമനാണ്. കൃഷ്ണനുമായി ഞാൻ യുദ്ധത്തിനില്ല, 17 തവണ ഞാൻ തോൽപ്പിച്ചോടിച്ചതാണ്. അർജുനൻ തീരെ ചെറിയ ആളാണ്, എനിക്ക് സമം ഭീമൻ മാത്രമാണ്, അതുകൊണ്ട് ഭീമനോട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് ഭീമനോട് യുദ്ധം ചെയ്യുന്നു. ഭീമൻ യുദ്ധത്തിൽ ക്ഷീണിതനാകുന്നു. ഒടുവിൽ ശ്രീകൃഷ്ണനോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, വധിച്ച് ജരാസന്ധനെ 2 കീറി 2 വശത്തേക്ക് എറിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ജരാസന്ധനെ വധിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ആ ദേഹങ്ങൾ കൂടിച്ചേർന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. കാരണം ജരാസന്ധൻ്റെ ജനനം തന്നെ അങ്ങനെയാണ്. ജര എന്ന വൃദ്ധ 2 ശരീരങ്ങൾ കൂട്ടിച്ചേർത്ത്, 2 ശരീരഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചാണ് ജരാസന്ധനെ സൃഷ്ടിച്ചത്. നമുക്ക് ആ ഭാഗത്തെത്തുമ്പോൾ വിശദമായിട്ട് പറയാം ജരാസന്ധൻ ആരായിരുന്നു എന്നുള്ളത്. അങ്ങനെ അർജുനൻ 2 ഭാഗത്തേക്കും വലിച്ച് കീറി 2 ഭാഗത്തേക്ക് എറിഞ്ഞ് ജരാസന്ധനെ വധിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ സഹദേവനെ രാജാവാക്കി. അദ്ദേഹം ജരാസന്ധൻ കാരാഗൃഹത്തിൽ പാർപ്പിച്ചിരുന്ന 20,800 വരുന്ന രാജാക്കന്മാരെ മോചിപ്പിച്ചതിന് ശേഷം ശ്രീകൃഷ്ണൻ ഭീമാർജുനന്മാരോടൊത്ത് തിരികെ വന്ന ധർമ്മപുത്രരോട് ഇക്കാര്യമെല്ലാം പറഞ്ഞതിന് ശേഷം ഇനി താൻ രാജസൂയ സമയത്തേക്ക് എത്താം എന്ന് പറഞ്ഞ് ദ്വാരകയിലേക്ക് പോവുകയും ദ്വാരകയിൽ തന്നെ കാത്തിരിക്കുന്ന തൻ്റെ പത്നിമാരോടൊത്ത് കുറച്ച് സമയം ചിലവഴിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ഈ രാജസൂയത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമാവുകയാണ്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് ശിശുപാലൻ്റെ രംഗമാണ്. വടക്കൻ രാജസൂയത്തിൽ ജരാസന്ധൻ 1-ാം തരം താടിവേഷവും ചുവന്ന താടിവേഷവും, ശിശുപാലൻ 1-ാം തരം കത്തിവേഷവുമാണ്.
അപ്പോൾ ശിശുപാലൻ്റെ രംഗമാണ് അടുത്തത്. തൻ്റെ സുഹൃത്തായ ജരാസന്ധൻ വധിക്കപ്പെട്ടതറിഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ സഹോദരനായ ദന്താവക്ത്രനടുത്ത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന രംഗമാണ്. ഈ രംഗം പതിവില്ല. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒരു ദൂതൻ അവിടേക്ക് വന്നിട്ട് രാജസൂയത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് നൽകുന്നു. ആദ്യം പോകണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഏതായാലും പോകണം. അവിടെ ചെന്ന് തൻ്റെ സുഹൃത്തായ ദുര്യോധനനെ കാണാം, പാണ്ഡവരെ അപമാനിക്കാം, പറ്റുമെങ്കിൽ പാണ്ഡവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാം എന്നൊക്കെ കരുതി ശിശുപാലൻ രാജസൂയത്തിന് വേണ്ടി പുറപ്പെടുന്നു. ഈ ഭാഗം അവതരിപ്പിക്കാറില്ല. രാജസൂയത്തിലേക്ക് യാഗശാലയിലേക്ക് എത്തുന്ന ശിശുപാലൻ മുതലാണ് രണ്ടാമത്തെ രംഗം ആരംഭിക്കുന്നത്. അങ്ങനെ അവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹം കാണുന്ന രംഗം ശ്രീകൃഷ്ണനെ അഗ്രപൂജയ്ക്കായിട്ട് ശ്രീകൃഷ്ണനെ തിരഞ്ഞെടുക്കുകയും അത് ഭാഗവതത്തിലും ഭാരതത്തിലും രണ്ട് രീതിയിലാണ് പറയുന്നത്. സഹദേവനാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൽ ശ്രീകൃഷ്ണനാണ് അഗ്രപൂജയ്ക്ക് ഏറ്റവും യോജിച്ചയാൾ എന്ന് സഹദേവനാണ് പറയുന്നതെങ്കിൽ ആട്ടക്കഥയിൽ അങ്ങനെയല്ല, ധർമ്മപുത്രനാണ് അത് ചെയ്യുന്നത്. ഭീഷ്മരാണ് എനിക്ക് തോന്നുന്നു ഏതോ ഒന്നിൽ, ഭാരതത്തിലാണോ ഭാഗവതത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഏതോ ഒന്നിൽ ഭീഷ്മരാണ് പറയുന്നത് അഗ്രപൂജയ്ക്ക് ഏറ്റവും യോഗ്യൻ ശ്രീകൃഷ്ണനാണ് എന്നുള്ളത്. ഏതായാലും ഭാരതത്തിൽ ഭീഷ്മരുടെ വക വളരെ ദീർഘമായിട്ട് ശിശുപാലൻ ഈ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് അഗ്രപൂജയ്ക്ക് അർഹനാകുന്നത്, ഇവൻ സ്വന്തം അമ്മാവനെ കൊന്നവനാണ്, ഇവൻ ഒരു അമ്മയുടെ സ്ഥാനത്ത് മുലപ്പാൽ കൊടുത്തതുകൊണ്ട് അമ്മയുടെ സ്ഥാനത്തുള്ള പൂതനയെ കൊന്നവനാണ്, ഇവൻ സ്ത്രീകളെ അപമാനിക്കുന്നവനാണ്, ഭീഷ്മരും വിതുരരും ദ്രോണരുമൊക്കെയുള്ള സഭയിൽ എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ അഗ്രപൂജയ്ക്ക് അർഹനാകുന്നത് എന്ന് ചോദിക്കുകയും അതിന് വളരെ ദീർഘമായിട്ട് ഭീഷ്മർ അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഭാരതത്തിൽ. അപ്പോൾ അതിനുശേഷം ആട്ടക്കഥയിലാണെങ്കിൽ ധർമ്മപുത്രരാണ് അഗ്രപൂജ ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ശിശുപാലൻ വന്ന് ഈ ശ്രീകൃഷ്ണനെ അപമാനിക്കുന്നത്. അതിന് മറുപടിയായിട്ട് അർജുനൻ അതിനെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് ആട്ടക്കഥയിൽ. അർജുനൻ ചോദ്യം ചെയ്യുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ സുദർശനത്തെ, അദ്ദേഹം വിശ്വരൂപ ദർശനം നൽകിയതിന് ശേഷം സുദർശനത്തെ വിളിച്ചു വരുത്തി സുദർശനത്തെ കൊണ്ട് ശിശുപാലൻ്റെ കഴുത്ത് ഛേദിച്ച് ശിശുപാലനെ വധിക്കുന്നു. അതിനുശേഷം രാജസൂയ യജ്ഞം പൂർത്തിയാക്കുന്നതായിട്ടാണ് ആട്ടക്കഥയിൽ ഉള്ളത്. ഇതിൽ ഒരുപാട് ഉപകഥകൾ ഇതിനകത്ത് പറയാനുണ്ട്. അത് ജരാസന്ധൻ്റെ ജനനം, പെരുമ്പറയുടെ കഥ, ജരാസന്ധൻ്റെ പെരുമ്പറയുടെ കഥ, ശിശുപാലൻ്റെ ജനനം അല്ലെങ്കിൽ ശിശുപാലൻ്റെ ചരിത്രം, ആരായിരുന്നു ശിശുപാലൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഓരോ രംഗത്തിൻ്റെയും ഡീറ്റെയിൽസ് പറയുമ്പോൾ പറയാം. അടുത്ത 2 രംഗങ്ങൾ, ഓരോ രംഗങ്ങൾക്കും ഓരോ വീഡിയോ ആയിട്ട് ഇതിനെ തുടർന്ന് വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കും. നമസ്കാരം.